ഹലോ നമസ്കാരം. ബിഗ് ബോസ് സീസൺ 8 പുതിയ വിശേഷങ്ങൾ അറിയാം. സെപ്റ്റംബർ 6-നായിരിക്കും ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ച്. ഓഗസ്റ്റ് 10 അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. ടെലികാസ്റ്റിംഗ് ഹോട്ട്സ്റ്റാറിൽ മാത്രമല്ല ടിവിയിലും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ ജഡ്ജിംഗ് പാനലിലെ മുൻകാല സീസൺ വിന്നർമാരായ അഖിൽ മാരാര്, സാബു, കൂടാതെ റിയാസ്, രഞ്ജിനി ഹരിദാസ് എന്നിവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾക്ക് പ്രിയപ്പെട്ട മറ്റു ചിലർ കൂടി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അവതാരകൻ അല്ലെങ്കിൽ അവതാരികയായിട്ട് സെലിബ്രിറ്റികളാണോ അതോ മുൻകാല മത്സരാർത്ഥികൾ വേണോ എന്നുള്ളത്, ആരാണ് വരേണ്ടത് എന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം. അഗ്നിപരീക്ഷ എന്നത് സാധാരണക്കാർക്ക് ഷോയിലേക്ക് അവസരം കൊടുക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന ഒരു ഷോ ആകുമ്പോൾ അതിലെ ഒരു ജഡ്ജിംഗ് പാനലിലേക്ക് വരാനായിട്ട് എന്തുകൊണ്ടും അർഹനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സീസൺ 7-ലെ അനീഷ്. ഒരു സാധാരണക്കാരനായി വന്നുകൊണ്ട് സെലിബ്രിറ്റികൾക്കൊപ്പം, അതായത് 1 മില്യൺ ഫോളോവേഴ്സോളം ഉള്ള സെലിബ്രിറ്റികൾക്കൊപ്പം ഒരു സ്ഥാനം ഷോയിൽ നേടാൻ സാധിച്ച ഒരാളാണ് അനീഷ്. നല്ലൊരു മൈൻഡ് ഗെയിമറാണ്. ഫിസിക്കൽ ടാസ്കുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും എപ്പോഴും എടുത്തു പറയുന്ന ഒരാളാണ് തരികിട സാബുവിൻ്റെ പേര്. പക്ഷേ ബിഗ് ബോസ് ഷോയെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആക്കിയതും ജനഹൃദയങ്ങളിൽ ഒരു ചർച്ചാ വിഷയമാക്കിയതും രജിത് കുമാറാണ്. രജിത്ത് ജഡ്ജിംഗ് പാനലിൽ വന്നാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ അഖിൽ മാരാരുടെ 1 മൺ ഷോ നടന്ന സീസൺ 5-ൽ രജിത്ത് ഗസ്റ്റായി വന്ന മത്സരാർത്ഥികൾക്ക് ഗെയിമിലൂടെ തന്നെ അവർക്ക് വേണ്ട, അവർ തിരുത്തേണ്ട നിർദ്ദേശങ്ങൾ അയാൾ നൽകിയിരുന്നു. ഒപ്പം കയറിയ റോബിൻ വൻ പരാജയമായിരുന്നു. അതുപോലെ സീസൺ 4-ലെ വിന്നർ ദിൽഷ വന്നാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ദിൽഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദിൽഷ ബിഗ് ബോസിലെ ഫസ്റ്റ് ലേഡി വിന്നറാണ്. ഫിസിക്കൽ ടാസ്ക് ഒക്കെ വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ അത്യാവശ്യം സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് ദിൽഷ. വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അഗ്നിപരീക്ഷയുടെ അവതാരകർ എന്ന് പറയുന്നത് ഒരു വലിയ റോൾ തന്നെയാണ്. ഷോയുടെ നിയന്ത്രണം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പവറുള്ള ആളായിരിക്കണം. രഞ്ജിനി അവതാരികയായിട്ട് വരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒരു കമാൻഡിങ് പവർ ഉണ്ടാകണം. പേര് പോലെ തന്നെ അഗ്നിപരീക്ഷ ഒരു അഗ്നിപരീക്ഷ തന്നെ ആയിരിക്കും. അപ്പോൾ മത്സരാർത്ഥികൾ എങ്ങനെയും ഷോയിൽ കയറി കൂടാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അവതാരകർ അതിനൊത്ത ഉയർന്ന ഒരാളായിരിക്കണം. പുതിയ മത്സരാർത്ഥികൾ ഒരിക്കലും പഴയ ആളുകളെ അനുകരിക്കാതിരിക്കാൻ ശ്രമിക്കുക. പുതിയതായിട്ട് എന്ത് കൊണ്ടുവരാൻ സാധിക്കും എന്ന് നോക്കുക. നിങ്ങൾ പുതുമ ഉണ്ടാവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഉണ്ടാവണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി പിന്നീട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.